ഇനി മുഹറമാത്തുൽ ഇഹ്റാം, ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത് 3 ഇനമായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുള്ളത്. ഒന്ന്, പുരുഷനിക്ക് മാത്രം ഹറാമാകുന്ന കാര്യങ്ങൾ. അതെന്താണ്? പുരുഷൻ തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക. സാധാരണ സിവിൽ ഡ്രസ്സ്, അടിവസ്ത്രം പോലെ, അല്ലെങ്കിൽ പയ്യാമ, ഫാൻറ്റ് പോലത്തെ, ഷർട്ട് പോലത്തെ ചുറ്റി തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്. രണ്ടാമത്തേത്, പുരുഷൻ തല മറക്കുക. തല എന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് അല്പമെങ്കിലും മറക്കുക, കാരണം കൂടാതെ. ഇതുകൾക്കൊക്കെ കാരണമുണ്ടെങ്കിൽ ഹറാമുണ്ടാവില്ല, പക്ഷേ ഫിദിയ വേണ്ടി വരും എന്നത് മറ്റൊരു വിഷയം. കാരണം കൂടാതെയാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക, തല മറക്കുക, കാരണം കൂടാതെ തല മറക്കുക. ഇതാണ് പുരുഷന് മാത്രം ഹറാമാകുന്ന കാര്യങ്ങൾ. രണ്ടാമത്തേത്, സ്ത്രീക്ക് മാത്രം ഹറാമാകുന്നത്. അത് അവളുടെ മുഖം, മുങ്കൈ, മുഖത്തിൽ നിന്ന് അല്പം മറക്കുകയോ കയ്യിൽ ഗ്ലൗസ് ധരിക്കുകയോ ചെയ്യുക, കാരണം കൂടാതെ ഗ്ലൗസ് ധരിക്കുകയോ ചെയ്യുക. ഇതാണ് സ്ത്രീയെ സംബന്ധിച്ച് മുഖം, കൈ മറക്കുക, ഗ്ലൗസ് ധരിക്കുക. ഇതാണ് ഹറാം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. ഇനി 2 വിഭാഗത്തിനും ഹറാമാകുന്ന കാര്യങ്ങൾ, പുരുഷനിക്കും സ്ത്രീക്കും ഹറാമാകുന്നത് സാധാരണ ഉണ്ടാവാറില്ലെങ്കിലും ശ്രദ്ധിക്കുക. ഹറാമ് സ്ത്രീ പുരുഷ ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ പുരുഷൻ മുഷ്ടി മൈഥുനം നടത്തുക. അതുപോലെ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇണങ്ങിച്ചേരുകയോ ചുംബിക്കുകയോ, അതുപോലെ വികാരത്തോടു കൂടിയുള്ള നോട്ടം, സ്പർശനം പോലത്തെ കാര്യങ്ങളൊക്കെ ഹറാമാണ്. നാലാമത്തേത്, നിക്കാഹ്, വിവാഹം. നിക്കാഹ് ഇഹ്റാം ചെയ്ത വ്യക്തി അദ്ദേഹത്തിற்கு സ്വന്തമായി നിക്കാഹ് നടത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള, അദ്ദേഹത്തിൻ്റെ വിലായത്തിലുള്ളൊരു കുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയോ ചെയ്യാവതല്ല. അഞ്ചാമത്തേത്, ശരീരത്തിലുള്ള മുടി, നഖം പോലത്തത് കാരണം കൂടാതെ നീക്കുക. ആറാമത്തേത്, തലമുടി, താടിമുടി പോലത്തതിനേക്ക് എണ്ണ കൊടുക്കുക, എണ്ണ ഉപയോഗിക്കുക. 7, ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ കിടപ്പ് വിരിപ്പിലോ സുഗന്ധം ഉപയോഗിക്കുക. 8ാമത്തേത്, പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാത്തതാണ്, ഹറമിലെ വേട്ടമൃഗങ്ങളെ വേട്ടയാടാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു ഇഹ്റാം ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, നിഷിദ്ധമാണ്. ഇതിൽ നിന്ന് ഇഹ്റാം ചെയ്ത വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞ 2 തഹല്ലുൽ ചെയ്യാതെ ആവാതെ കണ്ട് ഒരു മനുഷ്യനിക്ക് ഭാര്യ ഭർത്തൃബന്ധം അനുവദനീയമല്ല. അതിൽ നിന്ന് ഒരു തഹല്ലുലായാൽ, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാളിൻ്റെ അന്ന് ജംറത്തുൽ അഖബയെ എറിയുക, മുടിയെടുക്കുക, ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യുക സഅയോട് കൂടിയിട്ട്. ഈ 3 കാര്യത്തിൽ നിന്ന് 2 കാര്യം നിർവഹിച്ചാൽ 1-ാം തഹല്ലുലായി. അപ്പോൾ ഹാജിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെടലല്ലാത്ത മറ്റുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനൊക്കെ ഹലാലാകുന്നതാണ്. 3ാമത്തെ കാര്യവും കൂടി ചെയ്താൽ അതും കൂടി ഹലാലാകും. 2ഉം പൂർണ്ണാർത്ഥത്തിൽ അദ്ദേഹം തഹല്ലുലാവി. ഇതാണ് മുഹറമാത്തുൽ ഇഹ്റാം നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ മുഹറമാത്തുൽ ഇഹ്റാം കാരണം കൂടാതെ ചെയ്താലാണ് എന്ന് നാം പറഞ്ഞു. പുരുഷൻ തലമറച്ചു അല്ലെങ്കിൽ പെണ്ണ് മുഖം മറച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ്, സ്ത്രീകൾ മാസ്ക് ധരിക്കുന്നു, നിയമമാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും മാസ്ക് ധരിക്കണമെന്നത് ഗവൺമെൻറ് നിയമമാണ്. അത് പാലിക്കൽ നമുക്ക് നിർബന്ധവുമാണ്. അതുകൊണ്ട് കാരണമുണ്ട്, ആരോഗ്യ വകുപ്പ് നമ്മോട് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് മുഖമറക്കാം, പുരുഷനും സ്ത്രീക്കും, പുരുഷനല്ലെങ്കിലും മുഖമറക്കാം. മാസ്ക് ധരിച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതനുസരിച്ച് എന്തില്ല, ഫിദിയ കൊടുക്കേണ്ടതില്ല. കാരണം മുഖമറച്ചു എന്നതുകൊണ്ട് കൊടുക്കേണ്ടതില്ല. നേരെ മറിച്ച് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം കൊണ്ടാണ് മുഖമറച്ചതെങ്കിൽ, ഉദാഹരണം ഒരു പുരുഷൻ അവൻ്റെ
ബാക്കും പിന്നെ ഫ്രണ്ടും ഫുൾ മറക്കുന്ന രൂപത്തിൽ ഒരു ഊറ ഇട്ടു എന്ന് വെക്കുക. ഉദാഹരണത്തിന് ജയിൽ പുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെ തലയിലൂടെ ഒരു ഉറ ഒന്നായിട്ടിട്ടു, അല്ലെങ്കിൽ തല ഒഴിവാക്കിയ മുഖത്തിലൂടെ മാത്രം ഒരു റൗണ്ടിലുള്ള ഒരു ഉറ പോലത്തെ സാധനം ഇട്ടു എന്ന് വെക്കുക. എങ്കിൽ അവനക്ക് ചുറ്റിത്തുന്നപ്പെട്ടത് ധരിച്ചു എന്ന പേരിൽ അവനക്ക് ഫിദിയ നിർബന്ധമാകും. മാസ്ക് ധരിച്ചത് കൊണ്ട് പുരുഷനിക്ക് അത് നിർബന്ധമാവുകയില്ല. നേരെ മറിച്ച് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുഖം മറക്കാൻ അല്പമെങ്കിലും മറക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് കാരണത്തോടു കൂടി മാസ്ക് ധരിച്ചാൽ കുറ്റം ഇല്ല, മറിച്ച് ഫിദിയ കൊടുക്കൽ നിർബന്ധമാകും. ഇൻഷാ അല്ലാഹ് ഇനി എന്തൊക്കെയാണ് ഫിദിയകൾ എന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ്. ഇവിടെ നമ്മൾ മഹറമാത്തുൽ ഇഹ്റാം ഭാര്യ ഭർത്തൃവുമായുള്ള ബന്ധപ്പെടൽ, ആ ബന്ധപ്പെടലോട് കൂടി തന്നെ ഹജ്ജ് ഫസാദാവും, ഹജ്ജ് നഷ്ടപ്പെടും, ബാത്തിലാവും. അവൻ പിന്നീട് എന്ത് ചെയ്യണം? അതിനക്ക് ഫിദിയ കൊടുക്കണം. അതോടൊപ്പം ഹജ്ജ് ഖളാ വിട്ടാൽ എനിക്ക് നിർബന്ധമാവുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയില്ല, അത് തൊട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. മറ്റ് ഹറാമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സ്ത്രീക്കായാലും പുരുഷനിക്കായാലും. ഈ ഹറാമായ കാര്യങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നശീകരണ പ്രവർത്തനം, മറ്റൊന്ന് ആസ്വാദനം. നശീകരണ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് മുടി നീക്കുക, ശരീരത്തിൽ മുടി നഖം പോലത്തൊക്കെ നീക്കുക. ഇത് നശീകരണമാണ്. ഈ നശീകരണ പ്രവർത്തനം ഒരാൾ ചെയ്താൽ അത് ഏത് രൂപത്തിൽ അദ്ദേഹം ചെയ്താലും, മറന്നിട്ടാവട്ടെ മനഃപൂർവ്വമാവട്ടെ, എങ്ങനെ ചെയ്താലും അയാൾ ഫിദിയ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നേരെ മറിച്ച് ആസ്വാദനം, ഉദാഹരണം സെൻറ്റ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ തലമറച്ചു, അല്ലെങ്കിൽ സിവിൽ ഡ്രസ്സ് ധരിച്ചു, ഇതൊക്കെ ആസ്വാദനം ഒരാൾ അറിയാതെയും മനഃപൂർവ്വവും ആണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിനക്ക് ഫിദിയ ഇല്ല. മറന്നിട്ടാണ്, ഹജ്ജിലാണെന്ന് മറന്നുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു? സെൻറ്റ് ഉപയോഗിച്ചു. അവസ്ഥ പിന്നെ പെട്ടെന്ന് ഒഴിവാക്കണം, അത് മറ്റൊരു കാര്യം, ഓർമ്മ വന്നാൽ. അല്ലെങ്കിൽ അദ്ദേഹം സിവിൽ ഡ്രസ്സ് ധരിച്ച് മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ വ്യക്തി അദ്ദേഹത്തിനക്ക് ഇത് അറിയില്ല, ഹറാമാണ് എന്ന് അദ്ദേഹത്തിനക്ക് അറിയില്ല, അങ്ങനെ അയാൾ ചെയ്തു എങ്കിൽ അയാൾ ഫിദിയ കൊടുക്കൽ അദ്ദേഹത്തിന് നിർബന്ധമില്ല. നേരെ മറിച്ച് ഇത് ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വമാണ് അയാൾ ചെയ്തതെങ്കിൽ അയാൾക്ക് ഉഴുതുറുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം അനുവദിച്ച ഉഴുതുറുണ്ടെങ്കിൽ അത് ചെയ്യാൻ പ്രശ്നമില്ല, പക്ഷേ അയാൾ ഫിദിയ നൽകേണ്ടി വരും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഫിദിയ കൊടുക്കേണ്ടത്? ഫിദിയ കൊടുക്കേണ്ടത് ഒന്നിരിക്കൽ ഉദുഹിയത്തിന് പറ്റുന്ന ഒരു മൃഗത്തെ ബലിയർക്കുക, ഇല്ലെങ്കിൽ 6 മിസ്കീന്മാർക്ക് അര സ്വാഴ് വീതം ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 3 നോമ്പ് എടുക്കുക. ഇത് 3ൻ്റെ ഇടയിലും ഇഷ്ടം പ്രവർത്തിക്കാം. അര സ്വാഴ് എന്ന് പറയുമ്പോൾ, ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ അളത്തം അനുസരിച്ച് 4 മുദ്ദാണ് ഒരു സ്വാഴ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. അപ്പോൾ 800 മില്ലി ലിറ്റർ ആകുമ്പോൾ 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ് ഒരു സ്വാഴ്. അങ്ങനത്തെ 3 സ്വാഴ് എടുത്തിട്ട് അത് അര സ്വാഴ് വീതം ഡിവൈഡ് ചെയ്ത് 6 മിസ്കീന്മാർക്ക് കൊടുക്കണം. ഒന്നിരിക്കൽ വലിയ പറ്റിയ മൃഗം അറുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഈ 6 മിസ്കീന്മാർക്ക് അര സ്വാഴ് വീതം 3 സ്വാഴ് വീതം 6 മിസ്കീന്മാർക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ 3 നോമ്പെടുക്കുക. ഇതിൻ്റെ ഇടയിൽ അവർക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ വാജിബാത്ത് ഒരാൾ ഒഴിവാക്കി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഹജ്ജിനും ഉംറക്കും കൂടി ഒന്നിച്ച് ഇഹ്റാം ചെയ്തു, ഇങ്ങനത്തെ ആളുകൾ അറുത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അറുക്കാൻ സാധിക്കാത്തവനാണെങ്കിൽ 7-10 നോമ്പ്, 3 നോമ്പ് ഹജ്ജിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസത്തിലും അയ്യാമുത്ത് തശ്രീക്കിലും നോമ്പെടുക്കാൻ പാടില്ല, ഹറാമാണ്. അതല്ലാത്ത സമയങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട അമാലുകൾ ചെയ്യുന്നത് നേരത്തെ മുമ്പോ ശേഷമോ ആയിട്ട് അവിടുന്ന് 3 നോമ്പെടുത്ത് ശേഷം പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ബാക്കി 7 നോമ്പുകൾ എടുക്കേണ്ടതാണ്. ഇങ്ങനെ 10 നോമ്പാണ് അവരെടുക്കേണ്ടത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട ഫിദിയ ചെറിയ രൂപത്തിൽ ഉള്ളതെന്ന് മനസ്സിലാക്കണം. പിന്നെ സംയോഗം ചെയ്താൽ, ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അതിന് ഒരു ഒട്ടകത്തെ അറുത്തിട്ടാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഫിദിയകളുമായി ബന്ധപ്പെട്ട് ഉള്ള ചെറിയ ഒരു വിവരണം. ഇതോടുകൂടി ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം അവസാനിച്ചു. ഫിദിയകൾ, ഇനി ഫിദിയകൾ എവിടെയാണ് കൊടുക്കേണ്ടത്? നോമ്പല്ലാത്ത ഫിദിയകൾ, അറവായാലും
പിന്നെ അരിയാണെങ്കിലും ഒക്കെ കൊടുക്കേണ്ടത് ഹറമിലാണ് കൊടുക്കേണ്ടത്. ഹറമിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് അവിടുത്തെ ഫക്കീറന്മാർക്കാണ് കൊടുക്കേണ്ടത്. ആ വ്യക്തിക്ക്, നിർബന്ധമായ വ്യക്തിക്ക് ഒന്നും അതിൽ നിന്ന് എടുക്കാവതല്ല. അപ്പോൾ നമുക്ക് മുഹറമാത്തുൽ ഇഹ്റാം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ നിർബന്ധമായ വാജിബാത്തിൽ നിന്നൊന്ന് ഉപേക്ഷിച്ചു, ഇതിൻ്റെ ഫിദിയകൾ നാം കൊടുക്കേണ്ടത് ഹറമിലാണ്. അറവായാലും ഭക്ഷണമായാലും കൊടുക്കേണ്ടത് ഹറമിലാണ്. നോമ്പ് നമുക്ക് എന്ത് ചെയ്യാം, എവിടെയാണെങ്കിലും എടുക്കാം, പ്രശ്നം ഉള്ളതല്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇനി എപ്പോഴാണ്, നേരത്തെ പറഞ്ഞല്ലോ, മുടി നീക്കിയാൽ, നഖം നീക്കിയാൽ ഫിദിയ നിർബന്ധമാവും എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് വെച്ച് ഒരേ സമയത്ത് 3 മുടികൾ ഒന്നിച്ച് നീക്കണം. അപ്പോഴേ ഫിദിയ, ഒരു കാമിലായ ഫിദിയ നിർബന്ധമാകും. ഏറ്റവും ചുരുങ്ങിയ 3 മുടി അതിലപ്പുറമോ ഒരേ സ്ഥലത്ത് വെച്ച് തുടർച്ചയായിട്ട് എടുത്താലാണ് ഈ ഫിദിയ നിർബന്ധമാവൽ. ഇല്ല, ഒരാൾക്ക് ഒരു മുടിയാണ് എടുത്തത് എന്തെങ്കിലും കാരണവശാൽ, അല്ലെങ്കിൽ 2 മുടി നീക്കി, അല്ലെങ്കിൽ ഒരു നഖം എടുത്തു, അല്ലെങ്കിൽ 2 നഖം എടുത്തു എങ്കിൽ അവിടെ ഓരോന്നിനും ഓരോ മുദ്ദ് വീതം ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. 3 എണ്ണം ഒന്നിച്ച് ഒരേ സമയത്ത് എടുത്താൽ ഒരു കാമിലായ ഫിദിയ നിർബന്ധമാവുകയും ചെയ്യും. ഇനി ഒരാൾ ഒരുപാട് ഫിദിയ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലോ, പല പ്രാവശ്യത്തിലായി മുടികൾ എടുത്തു, അല്ലെങ്കിൽ പല പ്രാവശ്യത്തിലായി നഖങ്ങൾ എടുത്തു എന്ന് വെക്കുക, എന്നാൽ ഫിദിയ എണ്ണമാവുന്നതാണ്. എല്ലാറ്റിനും കൂടി ഒറ്റ ഫിദിയ മതിയാവില്ല. എത്രമാത്രം മുഹറമാത്തുൽ ഇഹ്റാം ചെയ്യുന്നോ അതിനനുസരിച്ച് ഫിദിയകൾ എണ്ണമാവും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിദിയകൾ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ ഹറമിലാണ്. നോമ്പ് മാത്രമാണ് പുറത്ത് നമുക്ക് ഇവിടേക്ക് വന്നതിന് ശേഷം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി. മറ്റൊന്ന് അവസാനമായി പറയാനുള്ളത് വിദാഇൻ്റെ തവാഫാണ്. വിദാഇൻ്റെ തവാഫ് അവസാനമായി ചെയ്യേണ്ടതാണ്. വിദാഇൻ്റെ തവാഫ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഹജ്ജ് ഉംറയുടെ അമാലുകളിൽ പെട്ടതല്ല. അത് സ്വന്തം ഒരു അമലാണ്. അതുകൊണ്ട് മക്കയിൽ വന്നിട്ട് മക്കയിൽ നിന്ന് 132 കിലോമീറ്റർ അപ്പുറം യാത്ര ചെയ്യുന്ന ആൾ ആരാണോ അവർക്കൊക്കെ വിദാഇൻ്റെ തവാഫ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് വിദാഇൻ്റെ തവാഫിന് അവസരം കിട്ടിയാൽ എല്ലാവരും വിദാഇൻ്റെ തവാഫ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവേണ്ടത്. ഇനി അഥവാ വല്ല കാരണവശാലും ഇപ്പോഴത്തെ നിയമങ്ങൾ എങ്ങനെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വിദാഇൻ്റെ തവാഫിനിക്ക് ഒരാൾക്ക് പോകാൻ പറ്റില്ല, ലഭിച്ചില്ല എന്ന് വെക്കുക. ആരും വിഷമിക്കേണ്ട, നിർവാഹമില്ലല്ലോ. ഇവർക്ക് ഗവൺമെൻറ്റിനെതിരിലോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സുന്നത്താണ്, വിദാഇൻ്റെ തവാഫ് സുന്നത്താണ് എന്നൊരഭിപ്രായം ഷാഫി മദ്ഹബിലുണ്ട്. അത് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിവെക്കാം. പക്ഷേ അത് പ്രബലമല്ലാത്ത അഭിപ്രായമാണ്. അത് പിടിച്ചിട്ടാരും അത് അമൽ ചെയ്യരുത്. നിർവാഹമില്ലാത്ത സമയത്ത്, കുടുങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്കിതെടുക്കാവൂ. കഴിയുന്ന പരമാവധി വിദാഇൻ്റെ തവാഫ് ചെയ്യാനുള്ള എല്ലാ രൂപവും നാം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി. വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഓരോ വിഷയങ്ങളും വിശദമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വിശദീകരിക്കപ്പെടേണ്ടതുമാണ്. വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉലമാക്കൾ, പണ്ഡിതന്മാർ നമ്മളുടെ സൗദി അറേബ്യയിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി സഹീഹായ രൂപത്തിൽ അമലുകൾ നിർവഹിക്കേണ്ടതാണ്. അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു തആല അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ, ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾക്ക് നമ്മുടെ അമലുകളൊക്കെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഈ വർഷത്തിൽ വിശുദ്ധ ഹറമൈൻ ഷരീഫിൽ വരുന്ന ഹജ്ജിമാർക്ക് മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരിൽ നിന്നും അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. അതടക്കമുള്ള എല്ലാ ഇബാദത്തുകളും നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും വിശുദ്ധ ഹറമൈൻ ഷരീഫിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വർഷങ്ങളിലെങ്കിലും അവർക്ക് അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കും വീണ്ടും ഹജ്ജും ഉംറയും സിയാറയും ഒക്കെ നിർവഹിക്കാൻ അർഹമുർ-റഹീമായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.